എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനിത. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ ചുരിദാറിന്റെ കളക്ഷൻസ് തന്നെയാണ്. നമുക്ക് ഡെയിലി ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ലിനനിൽ വരുന്ന കളക്ഷൻസ് ആട്ടോ ഇന്നത്തെ വീഡിയോസിലുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം. ഇന്നത്തെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡ് ആട്ടോ. ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പിസ്ത ഗ്രീൻ്റെയും നമ്മുടെ ഒരു ഗ്രീൻ ഗ്രാം കളർ, അതായത് നമ്മുടെ ചെറുപയറിന്റെ പച്ചയൊക്കെ കളർ വരുന്ന ഒരു കോമ്പിനേഷൻ ഷെയ്ഡിലാണ് വരുന്നത്. അതായത് ഇതുണ്ട് നമ്മുടെ ബോഡിയുടെ ബേസ് കളറായിട്ട് വരുന്നത് നമ്മുടെ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ്. ഇതുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ ടോണില്. ഇതിന്റെ ഫ്രണ്ടിൽ ഫുള്ള ഒരു ചിക്കൻ കറി വർക്ക് വരുന്നുണ്ട് കേട്ടോ. അതിനകത്ത് വരുന്ന പ്രിന്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള ഗ്രീൻ്റെ കോമ്പിനേഷൻ തന്നെയാണ് ഫ്രണ്ടിലും വരുന്നത്. ബാക്ക് വശത്ത് പ്ലെയിൻ അല്ല, ആ പ്രിന്റ് വരുന്നുണ്ട്. പക്ഷേ ചിക്കൻ കറി വർക്ക് ത്രെഡ് വർക്ക് ഇതിനകത്ത് ബാക്ക് വശത്ത് വരുന്നില്ല കേട്ടോ. ഇതിനാണെങ്കിലും നമുക്ക് ടോപ്പിന് അപ് ടു 47 വരെയൊക്കെ നമ്മുടെ ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട്. ഷോൾ ആണെങ്കിലും അതേപോലെ തന്നെ പ്രിന്റഡ് ഷോളാണ് വരുന്നത്. സെമി ലിനനിൽ തന്നെ ഇതുണ്ട് ഇതേപോലെ നല്ല രസമുള്ള കോമ്പിനേഷൻ ഷെയ്ഡായിട്ടോ വരുന്നത്. ബോർഡർ രണ്ടും ഇതേപോലെ ഹൈലൈറ്റ് ചെയ്ത് ഇൻസൈഡ് ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ അതേപോലെ തന്നെ സെയിം കളർ ടോണിൽ വരുന്ന പ്രിന്റുകളാണ് ഇതിന്റെ മിഡിൽ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ബോട്ടം വരുന്നത് നല്ല കോട്ടൺ സ്റ്റഫിൽ ആ ഒരു ഡാർക്ക് ഗ്രീൻ തന്നെ അതിനകത്ത് വരുന്ന ആ ഒരു ഡാർക്ക് ഗ്രീൻ ടോൺ തന്നെയാണ് ബോട്ടം വരുന്നത്. റേറ്റ് വരുന്ന 1650 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്ക് ഇതിന്റെ അടുത്ത ഷെയ്ഡ് പോകാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ടോൺ തന്നെയാട്ടോ. ഇത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മൾട്ടി ഷെയ്ഡിന്റെ ബേസ് കളർ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ്. ഒരു സിൽവർ ഷെയ്ഡിന്റെ ലൈറ്റ് ടോൺ ആണ് ബോഡിയിൽ വരുന്നത്. അതുപോലെ തന്നെ വരുന്ന പ്രിന്റിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒനിയന്റെ ഒക്കെ ഒരു ലൈറ്റും ഡാർക്കും ആയിട്ട് വരുന്ന ഷെയ്ഡുകളാണ് ബോഡിയിൽ വരുന്ന പ്രിന്റുകൾ. ഇതിനകത്ത് ഫ്രണ്ടിൽ ആ സെയിം തന്നെ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ബാക്ക് വശത്ത് പ്രിന്റുകൾ മാത്രമാണ്, പക്ഷെ ത്രെഡ് വർക്ക് ഇതിന്റെ ബാക്ക് വശത്ത് വരുന്നില്ല. ഷോള് വരുന്നതും മെറ്റീരിയൽ അല്ല സെമിലിനൻ തന്നെയാട്ടോ. ഇതല്ല ഷോള് വരുന്നതും സെമിലിനനിൽ തന്നെ ഇതിനകത്ത് വയ്ക്കുക അതേ സെയിം നമ്മൾ ആദ്യം കണ്ട ഷോളിന്റെ ആ സെയിം പാറ്റേണിൽ വരുന്ന പ്രിന്റുകളാണ്. കോമ്പിനേഷൻ ടോപ്പിന്റെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ബോട്ടം വരുന്നത് ഇതിന്റെ ഡാർക്കർ ടോണിൽ തന്നെ കോട്ടണിലാണ് നമ്മുടെ ബോട്ടം വരുന്നത്. ഇതുപോലെ റേറ്റ് സെയിം തന്നെയാണ്. 1650 രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്ക് ഇതിന്റെ അടുത്ത ഷെയ്ഡ് വെക്കണം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീനും ബ്ലൂവും കൂടെ കൂടി ചേരുന്ന ഒരു കളർ ഷെയ്ഡാണ്. ഒരു എക്സാക്ട് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എക്സാക്ട് ഷെയ്ഡ് എനിക്ക് തന്നെ പറയാൻ അറിയില്ല. ഇതുണ്ട് ഇതുപോലെ ഇതിനകത്ത് വരുന്ന പ്രിന്റുകൾ ഇതുണ്ട്. ഫ്രണ്ടിൽ ആ ഒരു ത്രെഡ് വർക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ഡാർക്ക് ടോണിൽ വരുന്ന ഗ്രീൻ്റെ ബ്ലൂയുടെ ഷെയ്ഡ്, പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ ഇതിനകത്ത് മിഡിൽ ഭാഗത്ത് ആ ഡാർക്ക് ടോണിൽ വരുന്നത്. ഫ്രണ്ടും ബാക്കും എല്ലാം വരുന്നത് സെയിം തന്നെയാണ്. ഷോൾ വരുന്നതും സെമി ലിനനിൽ തന്നെ ഇതുണ്ട്. ടോപ്പിന്റെ സെയിം കോമ്പിനേഷൻ ഷെയ്ഡിലാണ് ടോപ്പിനകത്ത് ഷോളിനകത്ത് വരുന്ന പ്രിന്റുകൾ. ബോട്ടം വരുന്നത് ആ വരുന്ന പ്രിന്റിന്റെ ഡാർക്ക് ടോൺ, അതായത് ആ ബ്ലാക്ക് ഷെയ്ഡാണ് ബോട്ടത്തിന് കൊടുത്തിരിക്കുന്നത്. റേറ്റ് സെയിം തന്നെയാണ്. 1650 രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്ക് ഇതിന്റെ അടുത്ത ഷെയ്ഡ്. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ലിനന്റെ സ്റ്റഫ് തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ഉണ്ടാവുന്നത് നല്ല രസമുള്ള മൾട്ടി കളറിലുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ്. അത് നല്ല ഭംഗിയുള്ള ലൈറ്റ് ടോണുകളാട്ടോ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ സോറി. അതേപോലെ തന്നെ യോക്ക് പോർഷൻ നോക്കി ഇതുണ്ടോ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു പടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ക്രോഷ്യയുടെ ആ ഒരു പാറ്റേൺ വരുന്ന ഒരു ഫ്ലവർ ആണ് അതിനകത്ത് ഷോ ബട്ടൺസ് പോലെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കിയും എല്ലാം ഈ സെയിം പ്രിന്റുകളാണ് ഇതിന്റെ ഫ്രണ്ടും ബാക്കിയും വരുന്നത്. എല്ലാം നല്ല ലൈറ്റ് ഷെയ്ഡായിട്ടോ വരുന്നത്. അതും ആ ഒരു ബേസ് കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിലേക്ക് ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡിൽ വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ. അതേപോലെ എൻ്റെ ഷോൾ എന്ന് പറയുന്നത് ഈ നെറ്റ് കോട്ട സ്റ്റഫിലാണ് വരുന്നത്. നെറ്റ് കോട്ടയിൽ ഇതേപോലെ ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ഇതുണ്ട് ത്രെഡ് ഉപയോഗിച്ച് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇതേപോലെയുള്ള നല്ല ഫ്ലവറിന്റെ പാറ്റേൺ വരുന്നുണ്ട്. ഷോൾ വരുന്നതും മൾട്ടി ഷെയ്ഡ് തന്നെ. ഇതുണ്ടോ നല്ല രസമുള്ള ബ്ലൂവിന്റെയും ഗ്രീന്റെയും കോമ്പിനേഷൻ ഇതേപോലെ മൾട്ടി ഷെയ്ഡിലാണ് ഷോൾ വരുന്നത്. ബോട്ടം വരുന്നതും നമ്മുടെ ബേസ് കളറായിട്ട് ഇതുണ്ട് ആ ഒരു ബ്ലൂ ടോണിൽ ഇതുണ്ടോ ഇതേപോലെ ടോപ്പിനകത്തും ആ ഒരു ഷോളിനകത്ത് വരുന്ന ബ്ലൂ ഷെയ്ഡിനകത്താണ് പ്യുവർ കോട്ടണിലാണ് നമ്മുടെ ബോട്ടം വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്ന 1850 രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്ക് ഇതിന്റെ അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നതും ബേസ് കളർ. ടോപ്പിന്റെ ബേസ് കളർ വരുന്നത് നല്ല വൈറ്റ് ഷെയ്ഡിലാട്ടോ. നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ. അതായത് മെയിൻ ആയിട്ട് വരുന്ന പിങ്ക് ഇതുണ്ട യെല്ലോ നല്ല രസമുള്ള ഒരു ലൈറ്റ് പീച്ച് ടോണൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് പ്രിന്റുകൾ വരുന്നത്. ഫ്രണ്ടും ബാക്കിയും എല്ലാം സെയിം തന്നെയായിട്ട് മിഡിൽ ഭാഗത്ത് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു പടി ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഷോള് നോക്കി ഷോളും ആ ഒരു കോമ്പിനേഷൻ ഇല്ല. നമ്മുടെ ടോപ്പിനകത്ത് വന്നിരിക്കുന്നത് സെയിം കോമ്പിനേഷൻ ഇല്ല. നെറ്റ് കോട്ട സ്റ്റഫിലാണ് നമ്മുടെ ഷോൾ വരുന്നത്. ഷോൾ നോക്കിയാൽ നല്ല ഗ്രീൻ്റെയും പിങ്കിൻ്റെയും കൂടെ കോമ്പിനേഷൻ നല്ല രസമുള്ള ഷോളാട്ടോ. അതിനകത്ത് ഇന്റർമീഡിയറ്റ് ആയിട്ട് ആ ത്രെഡ് ഉപയോഗിച്ച് നല്ല ഭംഗിയുള്ള ഫ്ലവർ പാറ്റേൺ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത്. അതേപോലെ തന്നെ ബോട്ടം വരുന്ന പ്യൂർ കോട്ടണിനകത്ത് നമ്മുടെ ഷോളിനകത്ത് വരുന്ന സെയിം ടോണിൽ വരുന്ന പിങ്ക് ടോണാണ് മെയിനായിട്ട് വരുന്ന കളർ. അതാണ് ബോട്ടത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്.
ഇതിന്റെ റേറ്റും സെയിം തന്നെയാണ്, 1850 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലിനൻ സ്റ്റഫിൽ വരുന്ന ചുരിദാർ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ പ്രതീക്ഷിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എന്നത്തെ പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. വിത്ത് ഡിസൈൻ്റെ പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.